നെഗറ്റീവായി സംസാരിച്ചതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും കൂടെ ഒരു ധ്യാനം നല്ലതാണ് അല്ലേ? സംഖ്യാപുസ്തകം 13-ാം അധ്യായം ഒന്ന് എടുക്കാം. ഈ 5 മിനിറ്റ് കൊണ്ട് ഇത് മുഴുവനും ധ്യാനിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തോ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴോ വായിക്കാലോ. സംഖ്യ 13. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രയേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കാം. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശെ യഹോവയുടെ കൽപ്പന പ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രയേൽ മക്കളിൽ തലവന്മാരായിരുന്നു. അവരുടെ പേരാവിത്: രൂബേൻ ഗോത്രത്തിൽ സക്കൂറിൻ്റെ മകൻ ഷെമ്മുവ, ശിമയോൻ ഗോത്രത്തിൽ ഹോരിയുടെ മകൻ ഷഫാത്ത്, യഹൂദാ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, സഗർ ഗോത്രത്തിൽ ജോസഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രൈം ഗോത്രത്തിൽ നൂൻ്റെ മകൻ ജോഷുവ, ബെന്യാമീൻ ഗോത്രത്തിൽ രാഫൂവിൻ്റെ മകൻ പൽത്തി. ഇങ്ങനെ 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ എടുത്തു. അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ ദേശത്ത് ചെന്ന് നോക്കി. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സീൻ മരുഭൂമി മുതൽ ഹമാത്തിന് പോകുന്ന വഴിയായ രഹോബ് വരെ ദേശത്തെ ശോധന ചെയ്തു. അവർ തെക്കേ ദേശത്തൂടെ ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിൻ്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാരിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്ത് ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അയ്യോ, ഒരു മുന്തിരിക്കൊലയെ തണ്ടോടുകൂടെ മുറിച്ചുകൊണ്ട് 2 പേര് കൂടി ചുമന്നു. അപ്പം അതൊരു 30 കിലോ എങ്കിലും കാണും അല്ലേ? ഒ- 100 കിലോ 50 കിലോ ഒന്നും ഉണ്ടാകണമെന്നില്ല. ഈ മുന്തിരിക്കൊല ആയതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് പിടിക്കാൻ മേലല്ലോ. അപ്പം ഇങ്ങനെ കെട്ടിത്തൂക്കണം, അല്ലേ നടന്നു പോകും. അപ്പം പിന്നെ അതിനിടയ്ക്ക് ഒരു കോല് കടത്തിയിട്ട് 2 അറ്റത്തുനിന്ന് പിടിച്ചു എന്നുള്ളതേ അല്ലാതെ ഒത്തിരി ഭീകരമായിട്ട് ചിന്തിക്കണമെന്നും ഇല്ല. എന്നാലും 10 കിലോയിൽ കൂടുതലുണ്ട്. ഓക്കെ, അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഫ്രൂട്ട്സ് അങ്ങ് നിറഞ്ഞു കിടക്കുന്ന ദേശം. നമ്മളെന്ത് വിലയ്ക്കാണ് ഈ മാതള നാരങ്ങ മേടിക്കുന്നത്, അത്തിപ്പഴം മേടിക്കുന്നത്? അത്തിപ്പഴമാണെങ്കിൽ ഉണങ്ങിയതാണ് കിട്ടുന്നത്. ഇസ്രയേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൽ താഴ്വര എന്ന് പേരായി. 40 ദിവസം കൊണ്ട് ദേശം ഉറ്റുനോക്കി. അവർ യാത്ര ചെയ്ത് മോശയുടെയും അഹരോൻ്റെയും ഇസ്രയേൽ മക്കളുടെയും സർവ്വയുടെ അടുക്കൽ വന്നു. സമയം പെട്ടെന്നങ്ങ് തീരുവേ. വന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ആ ദേശമൊക്കെ ഇഷ്ടപ്പെട്ടു, പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. പക്ഷെ ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരാണ്, പട്ടണങ്ങൾ ഉറപ്പുള്ളതാണ്. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെ കണ്ടു. മാലിയക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും എബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കും. സത്യമായി പറയുന്നതെല്ലാം. പക്ഷെ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നെഗറ്റീവായിട്ട് പറയരുത്. നിങ്ങൾ എൻ്റെ കൂടെ ചേരുവോ? നിങ്ങൾ യോജിക്കുവോ? എടാ, ആരെവിടെ പാർക്കുന്നു എന്നുള്ള വിഷയമൊന്നുമല്ല. ദൈവം തരാമെന്ന് പറഞ്ഞ സ്ഥലമല്ലേ. ഹിത്യരും എബൂസ്യരും ഉണ്ട്. കടൽക്കരയിൽ യോർദാന തീരത്തും പാർക്കും. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, മിണ്ടിപ്പോരുത് ഇങ്ങനത്തെ നെഗറ്റീവ് വർത്തമാനം.
നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. ജോഷുവയും കാലേബും മാത്രമേ അങ്ങനെ പറഞ്ഞു. യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്. അത് 6-ാം വാക്യത്തിലുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നൂന്റെ മകൻ ജോഷുവയെ കാണാം. ഹോശയ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ 2 പേരൂടെ കൂടിയിട്ട് ഈ 10 പേരെ അടിച്ചൊതുക്കി കളഞ്ഞു. അടിച്ചൊതുക്കി എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടല്ല, നെഗറ്റീവായിട്ട് സംസാരിക്കരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് മോശം നിങ്ങളിങ്ങനെ പറയുന്നു. എങ്കിലും അവനോടുകൂടെ പോയിരുന്ന പുരുഷന്മാർ ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയയില്ല, അവർ നമ്മിലും ബലവാന്മാരാകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളുടെ വർത്തമാനമായി പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ. നോക്കൂ, നെഗറ്റീവായിട്ട് പറഞ്ഞ 10 ഗോത്രങ്ങളുണ്ടല്ലോ, അവരുടെ തലമുറയ്ക്ക് നന്മ വന്നില്ലെന്നാണ് പറയുന്നത്. എന്നാൽ ഈ 2 ജോഷുവയും കാലേബും ഉണ്ടല്ലോ, അവര് പറഞ്ഞതുപോലെ സംഭവിച്ചു, അവരനുഗ്രഹിക്കപ്പെട്ടു. നിങ്ങൾ ഏത് കൂട്ടത്തിൽ വരും? ഭൂരിപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ വരുമല്ലേ? നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് നിൽക്കാം. നമുക്ക് ജോഷുവയുടെ ഭാഗത്തും കാലേബിൻ്റെ ഭാഗത്തും മോശയുടെ ഭാഗത്തും ദൈവത്തിൻ്റെ ഭാഗത്തും നിൽക്കാം. ഏത് നെഗറ്റീവ് സിറ്റുവേഷനിലും നമുക്ക് പോസിറ്റീവായിട്ട് സംസാരിക്കാം. മരണം വരെ അങ്ങനെ പറയാം. God bless you.